ടീം ബ്രില്യൻ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്. ഇതൊരു സാധാരണ ക്യാമ്പസ് വിസിറ്റ് അല്ല. MBBS സ്റ്റുഡന്റ് ആയതിനു ശേഷം മെഡിക്കൽ മേഖലയിലെ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ക്ലാസുകളും വർക്ക്ഷോപ്പുകളും MBBS ജീവിതത്തിന്റെ സുന്ദരമായ നിമിഷങ്ങളും ഈ വീഡിയോയിലുണ്ട്. ഈ വീഡിയോ ഇന്ത്യയിലെ മുഴുവൻ മെഡിക്കൽ കോളേജിലെയും വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. MBBS ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് ബ്രില്യന്റിലെ വിദ്യാർത്ഥികളിലൂടെ കാണാൻ സാധിക്കും. Step into the world of brilliant. Let's go. ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെ വിവിധ വർഷങ്ങളിലായി പഠിക്കുന്ന ഏതാനും വിദ്യാർത്ഥികൾ കടന്നു വരുന്നു. ബ്രില്യന്റിൽ പഠിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ ബ്രില്യൻ ടീം ഹൃദ്യപൂർവ്വം സ്വീകരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ചെയർപേഴ്സണും മറ്റെല്ലാ വിദ്യാർത്ഥികളും കൂടി ടീം ബ്രില്യന്റുമായി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആതിഥേയത്വം വഹിക്കുന്ന ദേശീയ മെഡിക്കൽ കോൺക്ലേവ് കോമറ്റ്കോൺ 2026. രാജ്യത്തെ തന്നെ വിവിധ മെഡിക്കൽ കോളേജിൽ നിന്ന് വിദ്യാർത്ഥികൾ എത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് ബ്രില്യന്റിനെ സ്വാഗതം ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ബ്രില്യന്റിനെ തന്നെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമാക്കിയതിന് പിന്നിൽ ഒരു വലിയ സത്യമുണ്ട്. രാജ്യത്തെ ഏത് മെഡിക്കൽ കോളേജിലും MBBS പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം എടുത്താൽ അതിൽ 90% ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. കോമറ്റ്കോൺ 2026 പ്രധാന ലക്ഷ്യങ്ങൾ ബ്രില്യൻ ടീമിനെ ഒരുപാട് ആകർഷിച്ചു. മെഡിക്കൽ മേഖലയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ ആധുനിക മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന ഹാൻഡ്സ് ഓൺ സെക്ഷനുകൾ, അറിവിന്റെ പോരാട്ട വീര്യമുണർത്തുന്ന ക്വിസ് മത്സരങ്ങൾ, മെഡിക്കൽ മേഖലയിലെ വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകൾ. വരും വർഷങ്ങളിൽ നീറ്റിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും MBBS സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും ഇൻസ്പയറിംഗ് ആവുന്ന ഒരു കോൺക്ലേവ് ആയിരിക്കും കോമറ്റ്കോൺ 2026 എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ടീം ബ്രില്യൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുമെന്നത് വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകും. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കോമറ്റ്കോൺ 2026 തുടക്കമായി. ഹായ്, ഞാൻ ശിവനന്ദന. കോട്ടയം മെഡിക്കൽ കോളേജിലെ 2024 ബാച്ച് വിദ്യാർത്ഥിനിയാണ്. ഞങ്ങളുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ന് ഇവിടെ ഒരു മെഡിക്കൽ കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യുകയാണ്. കോമറ്റ്കോൺ കേരളത്തിലെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആദ്യമായി ഹോസ്റ്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ കോൺക്ലേവ്. ഫെബ്രുവരി 7, 8, 9 എന്നീ 3 ദിവസങ്ങളിലായി ഞങ്ങൾ ഇവിടെ നടത്തുന്ന മെഡിക്കൽ കോൺഫറൻസുകൾ മെയിനായിട്ട് മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്, വിച്ച് ഫോക്കസ് മെയിൻലി ഓൺ UG സ്റ്റുഡൻസ്. ഞങ്ങളിവിടെ കോൺഫറൻസിനപ്പുറത്തേക്ക് പ്ലാസ്റ്ററിംഗ്, സ്യൂച്ചറിംഗ് പോലുള്ള പല സ്കിൽ വർക്ക്ഷോപ്പുകൾ, അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പർ പ്രസന്റേഷൻ, കേസ് പ്രസന്റേഷൻ, റിസർച്ച് പേപ്പർ പ്രസന്റേഷൻ ഒക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് പോരാനിട്ട് പല പല കൾച്ചറൽ ഇവന്റ്സ് ലൈക്ക് ബാൻഡ്, ഡാൻസ് ആൻഡ് ഗെയിംസ് ഒക്കെ നമ്മളിവിടെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഈ ഇവന്റ് ഞങ്ങളുടെ മാത്രം ഇവന്റ് അല്ല. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക എല്ലാ മെഡിക്കൽ കോളേജിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 90% ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണെന്നുള്ളത് ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോ റൈനോ ലാരിഞ്ചോളജിയുടെ ENT എക്സ്പ്രസ് വർക്ക്ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഡെലിഗേറ്റ്സ് ഒക്കെ ഇവിടെ അസംബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഫാക്കൽറ്റിയോട് ചോദിക്കാം. From the Department of ENT,
and we're here to conduct a small workshop and give you just an idea on basic emergency procedures and emergencies that we see in our casualty on our day-to-day life. ഞാൻ ഡോക്ടർ ചിഞ്ചു, അസിസ്റ്റന്റ് പ്രൊഫസർ പീഡിയാട്രിക്സ്. ഇവിടെ നമ്മൾ 3 സ്റ്റേഷൻസ് ആയിട്ടാണ് നടത്തുന്നത്. ഈ സ്റ്റേഷനിൽ ഞാൻ ഡീൽ ചെയ്യുന്ന സ്റ്റേഷനിൽ വി വിൽ ബി ഡീലിംഗ് വിത്ത് ദ ബേസിക് ലൈഫ് സപ്പോർട്ട് വിച്ച് ഇൻക്ലൂഡ്സ് ഹൗ ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി CPR. Scenario, a child in the PICU, you are working as an intern there. A child is, nobody is there to help. PGs have gone for lunch and now you are alone with the sisters. You can get help from them, but the child has collapsed, cardiorespiratory arrest. So how will you do? What will you do? എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ക്രാഷ് ആൻഡ് കെയർ എന്നുള്ള വർക്ക്ഷോപ്പ് ആണല്ലോ ഇത്. എന്താണ് ഈ വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമോ? ഇവിടെ നമ്മൾ എമർജൻസിയുടെ 2 ടീമായിട്ടാണ് ഉള്ളത് വർക്ക്ഷോപ്പ്. ഒന്ന് ട്രോമയുടെ കുറിച്ച് നമ്മൾ ഇലാബറേറ്റ് ആയിട്ട് എങ്ങനെയാണ് ട്രോമ അസസ്മെന്റ് എന്ന് പഠിക്കുന്നത്. അതുപോലെ ഈ സ്റ്റേഷനിൽ നമ്മൾ പഠിക്കുന്നത് അൾട്രാസൗണ്ട് മെഷീനിൽ ഫാസ്റ്റ് എക്സാമിനേഷനാണ് പഠിക്കുന്നത്. ഫാസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ട്രോമയിൽ ഫാസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ പേഷ്യൻ്റെ ഹീമോപെറിറ്റോണിയം, ന്യൂമോതൊറാക്സ്, പെരിക്കാർഡിയൽ ടാമ്പണാഡ് ഉണ്ടോ എന്നൊക്കെ ട്രോമയിൽ എങ്ങനെ അസസ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമുക്കിവിടെ ഹാൻഡ്സ് ഓൺ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഫ്രീ ഫ്ലൂയിഡ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് മോസ്റ്റ് കോമൺ ഒരു അൺകോൺഷ്യസ് പേഷ്യന്റിന് മോസ്റ്റ് കോമൺ ആയിട്ട് എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാനുള്ള കോസ് എന്താണ്? ഈ വർക്ക്ഷോപ്പ് എനിക്ക് ഹൈലൈറ്റ് ആയി തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ a lot of skills which are being discussed here, like tracheostomy ഒക്കെ പോലത്തെ കുറേ സ്കിൽസ് ഇവിടെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടിരുന്നു. ആൻഡ് ആസ് യു നോ നമ്മളെല്ലാവരും അണ്ടർ ഗ്രാജുവേറ്റ്സ് ആണ്. സോ നമുക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സ്കില്ലിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എക്സ്പോഷർ കുറവാണ്. എന്നാൽ when we go into a working atmosphere നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. So an opportunity like this could never be missed. So I thought maybe this would be a good experience to learn the skills as well as understand its importance. ഗുഡ് ആഫ്റ്റർനൂൺ മാം. അപ്പോൾ ഇത് എന്താ വർക്ക്ഷോപ്പ് എന്നും ഈ വർക്ക്ഷോപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമോ? എൻ്റെ പേര് രുക്മിണി, ഞാനിവിടെ സീനിയർ റെസിഡൻ്റ് ആണ്. സോ ദിസ് വർക്ക്ഷോപ്പ് നമ്മൾ IV ലൈനിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ നമുക്ക് വന്നേക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും 3rd ഇയർ MBBSും അല്ലാത്ത ഇൻറ്റേൺസും ആണ്. അങ്ങനെയുള്ളവർ ക്ലിനിക്കൽ സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് IV ക്യാനിൽ എങ്ങനെ ഇടണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളിവിടെ കാണിച്ചു കൊടുക്കുന്നത് ഇതൊരു വർക്കിംഗ് മോഡലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ ക്യാനിൽ ഇൻസേർട്ട് ചെയ്യുന്നെന്നും എപ്പോഴും ക്യാനിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുമാണ് ഇതിൽ നമ്മൾ മെയിനായിട്ടും പറഞ്ഞു കൊടുക്കുന്നത്. ഈ വർക്ക്ഷോപ്പ് കൊണ്ട് എയിം ചെയ്യുന്നത് ബേസിക്കലി അൾട്രാസൗണ്ടിനെ കുറിച്ച് ഒരു അൾട്രാസൗണ്ട് മെഷീൻ ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടും പ്രോബ്സ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, പിന്നെ അതിൻ്റെ ബേസിക് അനാറ്റമി, നോർമൽ ആയിട്ടുള്ള ഇമേജിങ് അപ്പിയറൻസിന് നോർമൽ പേഷ്യൻറ്റ്, നമുക്കിപ്പോൾ പേഷ്യൻറ്റിനെ കിട്ടിയില്ല, അപ്പോൾ നോർമൽ പേഷ്യൻറ്റിലുള്ള കോമൺ ആയിട്ട് നമ്മൾ കണ്ട ഇമേജിങ് അപ്പിയറൻസ്, നോർമൽ ലിവറിൻ്റെ അപ്പിയറൻസ് എങ്ങനെ, നോർമൽ സ്പ്ലീൻ, നോർമൽ അയോട്ട, IVC അവരുടെ അപ്പിയറൻസ് എങ്ങനെയെന്ന് അറിയാനായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ്, ബേസിക് ആയിട്ടുള്ള വർക്ക്ഷോപ്പ്. ഞാൻ എമർജൻസി മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഡോക്ടർ ഹേമന്ത്. ബേസിക്കലി നമ്മൾ ഈ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻസിനിടയിൽ അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന കാൻഡിഡേറ്റ്സിനുള്ളിൽ BLS അവയർനെസ്, ബേസിക് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക, അവർക്ക് തന്നെ ഹാൻഡ്സ് ഓൺ സെഷൻ കൊടുക്കുക എന്നതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ എന്താണ് അഡ്വാൻസ് കാർഡിയക് ലൈഫ് സപ്പോർട്ടിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡിയക് അറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നത്, അതുകൂടാതെ എങ്ങനെയാണ് ഒരു അൺസ്റ്റേബിൾ ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ബ്രാഡിക്കാർഡിയ ട്രീറ്റ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് സെഷൻ ഉദ്ദേശിക്കുന്നത്. ബ്രില്യന്റിനെ സംബന്ധിച്ചിടത്തോളം അറിവിന്റെയും അനുഭവങ്ങളുടെയും പുതിയൊരു അധ്യായമായിരുന്നു കോമറ്റ് കോൺ 2026. 3 ദിവസം നീണ്ടുനിന്ന ഈ കോൺക്ലേവ് വെറുമൊരു ചർച്ചാവേദിയായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന ഡോക്ടർമാർക്ക് ഒരുപാട് അറിവുകൾ പകർന്നു നൽകുന്ന ഒന്നായിരുന്നു. മോർണിംഗിലുള്ള കോൺഫറൻസ് ആൻഡ് അതർ അക്കാഡമിക് ഇവന്റ്സ് അല്ലാതെ ആഫ്റ്റർനൂണിൽ നമുക്ക് പല വർക്ക്ഷോപ്സുകളും ഉണ്ട്. പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിന്റെ കിൻഡർ എഡിഷൻ, മെഡിസിന്റെ പൾസ് ഓഫ് ലൈഫ്,
എമർജൻസി മെഡിസിനിന്റെ ക്രാഷ് ആൻഡ് കെയർ പോലുള്ള പല പല വർക്ക്ഷോപ്പും നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഓരോ വർക്ക്ഷോപ്പിനും ഫിക്സഡ് നമ്പർ ഓഫ് സ്ലോട്ട്സും ഉണ്ട്. അതിൽ തന്നെ പല പല സ്റ്റേഷൻസ് ആയിട്ടാണ് ഇത് നടക്കുന്നത്. 3 ദിവസമായിട്ട് നടക്കുന്ന ഈ വർക്ക്ഷോപ്പുകളുടെ സെക്കൻഡ് ഡേയിലാണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത്. When you get a call about a delivery, the first thing that you will be asking is whether there is any risk factors present. So if there are any risk factors, we will be anticipating delivery. So after delivery, based on this risk factor, we decide whether we need to do a cord management. We have to decide on the cord management program. അപ്പം ഇതൊക്കെ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ തന്നെ സ്റ്റുഡൻസ് ആണ്. വോളണ്ടിയർ ആയിട്ട് നിന്ന് ഈ പ്രോഗ്രാം മൊത്തം കോർഡിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതും ഡെലിഗേറ്റ്സ് ആയിട്ട് നിന്ന് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുമാണ് ഇവര്. 25 ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇവരുടെയൊക്കെ പേരും ഇവരെവിടെയൊക്കെയാണ് പഠിച്ചതെന്നും കൂടെ നമുക്കൊന്ന് ചോദിക്കാം. പേര്? എൻ്റെ പേര് എവ്ലിൻ സോജൻ. ഞാൻ പാല ബ്രില്യനിലാണ് പഠിച്ചത്. എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാനും ബ്രില്യനിലാണ് പഠിച്ചത്. എൻ്റെ പേര് മിൻഹാജ്. ഞാനും ബ്രില്യനിലാണ് പഠിച്ചത്. ഓക്കെ. സോ ഈ പ്രോഗ്രാമിൽ നിങ്ങളിപ്പോൾ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുകയും വോളണ്ടിയർ ആയിട്ട് നിൽക്കുകയും ചെയ്തതാണല്ലോ. അപ്പം എങ്ങനെയായിരുന്നു ഈ പ്രോഗ്രാം എന്നൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? പ്രോഗ്രാം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അത് ഒരു ഗവൺമെൻറ് കോളേജ് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്ത പ്രോഗ്രാം ആയിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഈ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഓരോ ഭാഗങ്ങളും പിന്നെ ഓരോ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യും, കോൺഫറൻസ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ പുതിയതായിട്ട് കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെ കൊള്ളായിരുന്നു. പുസ്തകത്താളുകളിലെ അറിവിനെ പ്രായോഗികമായി തൊട്ടറിയാൻ ഈ വർക്ക്ഷോപ്പുകൾ അവസരമൊരുക്കി. ഇത് ഓരോ വിദ്യാർത്ഥിക്കും നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. പഠനത്തോടൊപ്പം തന്നെ മെഡിക്കൽ കരിയറിലെ വെല്ലുവിളികളെയും സാധ്യതകളെയും കുറിച്ചുള്ള കൃത്യമായ ഉൾക്കാഴ്ച നൽകാൻ ഈ 3 ദിവസങ്ങൾക്ക് സാധിച്ചു. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നേരിട്ടറിയാൻ ലഭിച്ച ഈ അവസരം ബെർലിനിലെ ഓരോ കുട്ടിക്കും അവരുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ കരുത്തോടെ നടക്കാൻ പ്രചോദനമാകും. കോമറ്റ്കോൺ 2026ന്റെ ലാസ്റ്റ് ഡേ, ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ അവസാനിക്കുന്ന ഒരു സമയം. ഒരു മെഡിക്കൽ കോളേജിന്റെ ലെക്ചർ ഹാൾ മുഴുവൻ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ മാത്രം നിറഞ്ഞിരിക്കുന്ന കാഴ്ച. അതിലും വലിയ എന്നാ മോട്ടിവേഷൻ വേണ്ടാവേ. ഒരു ക്ലാസ് മുഴുവൻ വിദ്യാർത്ഥികൾ നിറഞ്ഞിരിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ ആയ ഭാഗ്യലക്ഷ്മി എന്ന ബ്രില്യന്റിലെ പൂർവ്വ വിദ്യാർത്ഥിനി ക്ലാസ്സിൽ നിന്ന് കുറച്ച് മാസ് ഡയലോഗ്സ് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയറുകാരുടെ ക്ലാസ്സും ലാബും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മുടെ അനാട്ടമി ലെക്ചർ ഹാളിൽ അസംബിൾ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ബ്രില്യൻ ഫാമിലിയെ വരവേൽക്കാൻ വേണ്ടിയാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ 175 സ്റ്റുഡൻസിൽ 150+ നമ്മുടെ ബ്രില്യന്റിൽ നിന്നുള്ളവരാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എണ്ണിക്കാവോ ബ്രില്യന്റുകാരെല്ലാം? ആ പിള്ളേര് പറഞ്ഞു കേട്ടില്ല, 175 സീറ്റുള്ള കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഈ ലെക്ചർ ഹാളിൽ ഇരിക്കുന്ന 150ഓളം പിള്ളേർ നമ്മുടെ ബ്രില്യന്റിലെ പിള്ളേരാണ്. ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം. മെഡിക്കൽ കോളേജ് സ്വപ്നം കണ്ട് ബ്രില്യന്റിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഇവിടെ എത്തിയ നമുക്ക് ബ്രില്യന്റിനെ ഇവിടെ വെച്ച് വരവേൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ് ആണ്. നമ്മുടെ സോഷ്യൽ മീഡിയ ടീമും ശിവൻ സാറും മായറാണി മിസ്സും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അവരെ ഒന്ന് കാണാം. എല്ലാവരും റെഡിയല്ലേ ഗൈസ്? അതിനുശേഷം വിദ്യാർത്ഥികളെല്ലാം ക്ലാസ്സിൽ നിന്നും ബ്രില്യൻ ടീമിനെ കാണാൻ നേരെ ക്യാമ്പസിന് മുന്നിലെത്തി. ബ്രില്യന്റിൽ പഠിച്ച ഫസ്റ്റ് ഇയേഴ്സിൽ 150ഓളം വിദ്യാർത്ഥികൾ കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലൂടെ നടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ഒരേ ലക്ഷ്യവുമായി ബ്രില്യന്റിലെത്തി അതേ ലക്ഷ്യത്തിനു വേണ്ടി ബ്രില്യന്റിൽ നിന്ന് ആത്മാർത്ഥമായി പരിശ്രമിച്ച് ലക്ഷ്യം നേടിയ ആ വിദ്യാർത്ഥികളെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അങ്കണത്തിലൂടെ കാണുമ്പോൾ അതിലും വലിയ സന്തോഷം ബ്രില്യന്റിന് മറ്റൊന്നുമില്ല.
നടക്കുന്ന കോമഡ്കോൺ ഇന്നിവിടെ അവസാന ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ ഒപ്പം നിന്ന ഫസ്റ്റ് ഇയേഴ്സും ഇത് വൺ സക്സസ് ആക്കാൻ നമ്മുടെ തോളോട് തോൾ നിന്ന ബ്രില്യൻ ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ 2026 നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സിനെ കാണാൻ അവർ ഇവിടെ എത്തുമ്പോൾ നമുക്ക് അവരൊന്ന് വെൽക്കം ചെയ്യണ്ടേ? അപ്പൊ നമുക്കിത് കാണാം. ദാ ഗായ്സ്, അങ്ങനെ ബ്രില്യൻ ടീമും വിദ്യാർത്ഥികളും തമ്മിൽ കണ്ടുമുട്ടുന്നു. ഒരുപാട് സന്തോഷത്തോടെയാണ് ബ്രില്യന്റിലെ അധ്യാപകരെയും ശിവൻ സാറിനെയും എല്ലാം വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ച് ചേർന്ന് അവരുടെ സ്നേഹം പ്രകടിപ്പിച്ച രംഗം ബ്രില്യന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം നിറഞ്ഞ ഒന്നായിരുന്നു. പിന്നീട് മനോഹരമായൊരു സായാഹ്നത്തിലേക്കാണ് വിദ്യാർത്ഥികൾ ബ്രില്യൻ ടീമിനെ സ്വാഗതം ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ നമ്മുടെ കോമഡ്കോണിൻ്റെ ഫൈനൽ മൊമെൻറ്റ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം ഗ്യാദർ ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഒരു നൈറ്റ്, ബ്രില്യൻറ്റിൻ്റെ ഒരു ഗാദറിങ്ങിനാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. ബ്രില്യൻറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഹോസ്റ്റൽ ജീവിതത്തിലൊക്കെ അവിടെ പഠന കാലഘട്ടത്തിലൊക്കെ ഒരുപാട് മെമ്മറീസ് ഉണ്ടാകും. അതുപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കോളേജിൽ ഓരോ പരിപാടി വരുമ്പോഴും ഇപ്പോൾ സ്പോൺസർഷിപ്പിൻ്റെ കാര്യങ്ങളായാലും വേറെ ഏതൊരു ഹെൽപ്പ് വേണമെങ്കിലും എന്നും കൂടെ നിൽക്കുന്നത് ഈ ബ്രില്യൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഓർമ്മകൾ പുതുക്കാനും അവർക്കൊരു നന്ദി സൂചകമായിട്ട് ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും, നമ്മുടെ എല്ലാ ടെൻഷനുകൾക്കും, എല്ലാ കരച്ചിലും കേട്ടുകൊണ്ട് നിന്ന, നമ്മുടെ എല്ലാ കൺസേൺസിലും നമ്മുടെ കൂടെ നിന്ന കുറച്ച് ആൾക്കാരാണ് ബ്രില്യൻറ്റിൽ നിന്ന് നമ്മുടെ ഇന്ന് ഈ ഗ്യാദറിങ്ങിൽ എത്തിയിട്ടുള്ളത്. അശ്വന്ത് സാറ്, മായറാണി മിസ്, പ്രദീപ് സാറ്, സജി സാറ്, ജസ്റ്റിസ് സാറ്, ജോസഫ് സാറ് എന്നിവരാണ് നമ്മൾക്ക് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് അവരെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് മധുരം പങ്കുവെച്ചുകൊണ്ട് തന്നെ മനോഹരമായ പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു. നമ്മളെ ഓരോ വർഷവും ഒരു കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വിദ്യാർത്ഥിയായിട്ട് എത്തുമ്പോൾ നമ്മൾ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥിക്കും, അവർ എന്താഗ്രഹം വിചാരിച്ചിട്ടാണോ ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് ആ ആഗ്രഹം പൂർത്തീകരിക്കണമെന്നും നമ്മൾ മനസ്സിൽ വിചാരിക്കും. പക്ഷേ പരീക്ഷയൊക്കെ അടുക്കുമ്പോൾ പല പ്രാവശ്യവും മോട്ടിവേഷനും ബാക്കി കാര്യങ്ങൾക്കും ഒക്കെ നമ്മളെ സമീപിക്കുമ്പോൾ അവർ പറയും, മിസ്സേ പ്രാർത്ഥിക്കണേ, ഞങ്ങൾ പരീക്ഷ എഴുതാൻ പോവാണ്, മിസ്സേ ശരിയാവണേ, എനിക്കറിയാം എന്നുള്ളത് വരണേ എന്നൊക്കെ പറയും. പക്ഷെ പറയുമ്പോഴും പറഞ്ഞില്ലെങ്കിൽ പോലും ഓരോ കുട്ടി പരീക്ഷ എഴുതുമ്പോഴും അല്ലെങ്കിൽ ഓരോ കുട്ടി നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴും ആ കുഞ്ഞിൻ്റെ ആഗ്രഹം സാധിക്കണേ, അതൊന്ന് ശരിയാക്കി കൊടുക്കണേ ദൈവമേ എന്ന് പലപ്പോഴും ഞങ്ങൾ മനസ്സിൽ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും കൺസേൺസിനുള്ള മറുപടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചിരിച്ച മുഖങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മുഖം നമ്മൾ കാണുമ്പോഴത്തേന് തോന്നുന്നറിയോ, ബ്രില്യന്റിന്റെ വരാന്തയിലൂടെ നടന്ന മുഖങ്ങൾ മാത്രം ഇവിടെ കാണുന്നത്. ഒരു 90% കുട്ടികൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്, ബ്രില്യന്റിൽ നിന്നുള്ള കുട്ടികൾ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 90% മുകളിൽ അത് വർഷങ്ങളായിട്ട്, ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ 4ാം വർഷമാണ് ഇവിടെ വീഡിയോ എടുക്കാൻ വരുന്നത്. അപ്പോൾ ഇത് അടുത്ത വർഷത്തേക്ക് വരുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ബ്രില്യന്റ് പറയുന്നത് അനുസരിച്ച കുട്ടികളാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ബ്രില്യന്റിന്റെ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തവരായിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചവരുണ്ട്, 1000-നകത്ത് കിട്ടിയവരുണ്ട്, 3000-നകത്ത് റാങ്ക് കിട്ടിയവരുണ്ട്. മോഡൽ എക്സാമിൻ്റെ സമയത്ത് അതൊന്നും ഒരു പ്രശ്നമായിട്ട് കാണാതെ റാങ്ക് ഏതാണേലും കൃത്യമായിട്ട് പഠിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്ത് ബ്രില്യന്റിലെ
മെൻറ്റേഴ്സ്, ക്ലാസ് ടീച്ചേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ പറയുന്നത് അക്ഷരമടി ഡയറക്ടേഴ്സ് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പഠിച്ചതിൻ്റെ വ്യക്തമായ ഉത്തരമാണ് നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ബ്രില്യൻ്റ് എന്ന് പറയുന്നത് എൻട്രൻസിൻ്റെ ഒരു അവസാന വാക്കായിട്ട് മലയാളികൾക്ക് ഒരു പേര് നൽകിയൊരു സ്ഥാപനം. അവിടെ നിങ്ങൾ ചൂസ് ചെയ്തു. നിങ്ങൾ ചൂസ് ചെയ്തത് കറക്റ്റായ സ്ഥാപനമാണെന്ന് ഈ കാണുന്ന കുട്ടികളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അത് ബ്രില്യൻ്റ് സെലക്ട് ചെയ്തതിന് നിങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ നിങ്ങൾ നല്ലൊരു കോളേജ് ആഗ്രഹിച്ച് അത് നിങ്ങളുടെ ആഗ്രഹം ഏറ്റവും നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്ത, അത് പൂർത്തീകരിച്ച ഒരു കൂട്ടം കുട്ടികളായിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച നല്ലൊരു മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലേ? അപ്പം നിങ്ങളെ ഞങ്ങൾ കാണുമ്പോൾ, ഇവിടെ വന്ന് കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ അടുത്ത വർഷത്തെ ഈ കുട്ടികളോട് സംസാരിക്കാനുള്ള ഒരു എനർജി കൂടി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് വിദ്യാർത്ഥികളെല്ലാം അവരുടെ ബ്രില്യൻ്റ് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. ഹായ് ഓൾ, ഞാൻ ഹിസാന. ഞാൻ കോഴിക്കോട് സെൻട്രലിലെ J14 ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹായ്, ഐ എം അഹമ്മദ് അസം അഷ്റഫ്. ഞാനിപ്പം ഫസ്റ്റ് ഇയർ MBBS പഠിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഈ ഒരു ഡയലോഗ് പറയാനാണ് മെയിനായിട്ട് ഞാൻ പഠിച്ചത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എനിക്ക് പഠിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു രീതി, ഈ ഒരു ഡയലോഗ് പറയാനാണ് ഞാൻ മെയിനായി ബ്രില്യൻ്റ് എന്ന് പഠിച്ചത്. ആൻഡ് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ബ്രില്യൻ്റ്. ഇങ്ങോട്ട് ഞാൻ എത്തുന്നത് ബ്രില്യൻ്റ് കാരണമാണ്. പണ്ട് ഈ ഒരു സമയം ഇറ്റ് വാസ് ആക്ച്വലി വൺ ഓഫ് ദി മോസ്റ്റ് ഹെക്റ്റിക് ടൈംസ് ഓഫ് മൈ ലൈഫ്. നീറ്റ് 2025 ക്രാക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും അത് ആവോ ഇല്ലയോ എന്നുള്ളൊരു അവസ്ഥ, ലൈക്ക് അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഈ സമയം മോഡൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, അത് ഉറപ്പാണ്. എത്ര പഠിച്ചാലും നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. എൻ്റെ ഡൗൺസൊക്കെ കാണുമ്പോൾ ഞാൻ ഫുള്ളൊരു അവസ്ഥയിലായിരുന്നു. ലിറ്ററലി ഞാൻ നല്ല ഡൗൺ ആയിട്ട് എൻ്റെ റൂംമേറ്റും ഞാനും ഇങ്ങനെ ഇരിക്കും. നമ്മുടെ മാർക്ക് കുറയുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കിട്ടോ ഇല്ലയോ, എങ്ങനെയാ എന്താ ചെയ്യാന്നൊക്കെ. എൻ്റെ മാർക്സ് ചിലപ്പം 400ൻ്റെ റേഞ്ചിൽ വരെ എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇല്ല എനിക്ക് കിട്ടില്ല, ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിക്കുമ്പോൾ എൻ്റെ മെൻറ്റേഴ്സ്, എൻ്റെ പ്രൊഫസേഴ്സ്, മായാറാണി മാമിൻ്റെ അടുത്തൊക്കെ ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടോ ഇല്ലയോ. ഞാൻ ആസ്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് എങ്ങനെ ഞാൻ പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഞാൻ പഠിക്കേണ്ടത്, എങ്ങനെ ഞാൻ ഇത് ക്രാക്ക് ചെയ്യും. ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ബ്രില്യൻ്റ് ഫാമിലിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനും എൻ്റെ ബ്രില്യൻ്റ് ഫാമിലിനാണ്. താങ്ക് യു. എനിക്ക് പറയാനുള്ളത് ലാസ്റ്റ് ടൈമിലുള്ള ടെൻഷനാണ്. ആക്ച്വലി ഞാൻ ലാസ്റ്റ് ടൈമൊക്കെ ഭയങ്കര ടെൻഷനുള്ള ഒരാളായിരുന്നു. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ കോർഡിനേറ്റർ ജോർജ് സാറായിരുന്നു, ഡയറക്ടർ ജോർജ് സാറായിരുന്നു. സാർമാർ ക്ലാസ്സിൽ വരും, ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് ഹെൽപ്ഫുള്ളായത്. പിന്നെ അതുപോലെ ഇപ്പോൾ മോഡൽ എക്സാമിൻ്റെ സമയമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് മാർക്കാണെങ്കിലും റാങ്ക് ആണെങ്കിലും ഒരുപാട് നിങ്ങൾ താഴ്ന്നു പോകും. പക്ഷെ അതൊന്നും പേടിക്കണ്ട, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നിൽ വരിക, ബ്രില്യൻ്റിൽ വിശ്വസിക്കുക, അതേ സ്റ്റഡി മെത്തേഡ് ഫോളോ ചെയ്യുക, എന്തായാലും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. എൻ്റെ പേര് നന്ദന. ഞാൻ 2025 റെസിഡൻഷ്യൽ ബാച്ചിൽ ചങ്ങനാശ്ശേരി പ്ലാസിഡിൽ പഠിച്ചതാണ്. ഞാൻ 6th തൊട്ട് ബ്രില്യൻ്റിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണെങ്കിലും എനിക്ക് ആക്ച്വലി 10th കഴിഞ്ഞ് എന്തെടുക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. 10th വെച്ച് എനിക്ക് ഫിസിക്സ് സ്ട്രീം പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഫിസിക്സ് കണ്ടു കഴിഞ്ഞപ്പം 11th ആരോ എന്നെ ഫിസിക്സ് കാണിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന്. അങ്ങനെയാണ് ഞാൻ എയിംസ് ബാച്ച് എടുക്കാമെന്ന് വിചാരിച്ചത്. പ്ലാസിൽ എൻ്റെ വീട്ടിൽ നിന്ന് വളരെ ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു ഡേ സ്കോളർ ആയിരുന്നു +1 +2 മുഴുവനും. ഞാൻ CBSE സ്ട്രീം ആയിരുന്നതുകൊണ്ട് തന്നെ 10th നിന്ന് 11th കയറിയപ്പോൾ അതൊരു ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിരുന്നു. കാരണം 10th വരെ ആകെ ഫിസിക്സിൽ 9 ചാപ്റ്റർ 7 ചാപ്റ്റർ അത്രയൊക്കെ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് 11th കയറി കഴിഞ്ഞപ്പോൾ 14 ചാപ്റ്റർ 15 ചാപ്റ്ററൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പേടിച്ചു പോയി. പക്ഷേ പഠിപ്പിക്കാൻ വന്ന സ്റ്റാഫൊക്കെ ഫാക്കൽറ്റിയൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. ഒരിക്കലും ക്ലിയർ ആവില്ല എന്ന് ഞാൻ ശരിക്കും ടെക്സ്റ്റ് കണ്ട് വിചാരിച്ച കൺസെപ്റ്റ് വരെ എനിക്ക് ഏറെക്കുറെ മനസ്സിലായത് ഫാക്കൽറ്റിയുടെ ഒരു ഇതുകൊണ്ട് മാത്രമാണ്. റെസിഡൻഷ്യൽ ബാച്ച് ആയതുകൊണ്ട് തന്നെ ആ ഒരു 11th വെച്ച് എനിക്കൊരിക്കലും ആ ഒരു നീറ്റിൻ്റെ സീരിയസ്നെസ് ശരിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. അത് 12th കയറി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് 11th കയറി 12th ഞാൻ കയറിയത്. 12th കയറി ശരിക്കും പോർഷൻസ് തീർന്ന് റിപ്പീറ്റേഴ്സിൻ്റെ കൂടെയുള്ള മോഡൽ വന്നപ്പോഴാണ് എത്രത്തോളം അണ്ടർ പ്രിപ്പയർഡ് ആണ് ഞാനെന്ന് എനിക്ക് മനസ്സിലായത്. ഓരോ എക്സാം കഴിയുമ്പോഴും മാർക്കിനേക്കാളും വലിയ വലിയ റാങ്ക് ഒക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലായത്. ഡേ സ്കോളർ ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പേരൻസ് രണ്ടുപേരും ഈവനിങ് ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു, മാർക്ക് കുറവാണെങ്കിലും ഒരിക്കലും എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടില്ല. എപ്പോഴും അവർക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാമോ ആ രീതിയിലെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ നീറ്റിന് ആ May 4 ജസ്റ്റ് തലേന്നുള്ള എക്സാമിനാണ് ഞാൻ ആദ്യമായിട്ട് 650 above മാർക്ക് മേടിക്കുന്നത്. അപ്പം അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത്രയും മാർക്ക് കൊണ്ട് എനിക്ക് എന്തായാലും നീറ്റിൽ അത്ര ഇതൊന്നും കിട്ടില്ല, പിന്നെ എന്തേലും ആട്ടെ എവിടെയെങ്കിലും കിട്ടുന്നിടത്ത് പോവാം എന്നുള്ളൊരു ഇതിലായിരുന്നു.
പക്ഷേ എന്നിരുന്നാലും നല്ലൊരു മാർക്ക് കിട്ടി. ഇന്ന് എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്ന സെയിം കോളേജിൽ എനിക്കൊരു MBBS സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ പറ്റിയതിൽ ഞാൻ ഒത്തിരി അധികം സന്തോഷിക്കുന്നു. ഞാൻ കഴിഞ്ഞ വർഷം സത്യം പറഞ്ഞാൽ ഈ ടൈമിൽ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഭയങ്കര ഡൗൺ എന്ന് വെച്ചാൽ എനിക്ക് തീരെ മാർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നും എൻ്റെ വീട്ടിൽ വിളിച്ച് കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ടൈമിലാണ് ഇതുപോലെ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വീഡിയോ ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അടുത്തൊരു വർഷം ഇതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതുപോലെ ബ്രില്യൻ്റ് ടീം അടുത്ത വർഷം വരുമ്പോൾ ഞാനിങ്ങനെ സംസാരിക്കാൻ ഇവിടെ ഇരിക്കുമെന്ന്. കാരണം എൻ്റെ ഏറ്റവും വലിയ ഡ്രീം കോളേജ് തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. എൻ്റെ ഫസ്റ്റ് ഓപ്ഷനായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നന്നായി പഠിക്കുക, നമ്മളുടെ വിശ്വാസം ഒരിക്കലും നിങ്ങൾ വിടരുത്. നന്നായി പഠിക്കുക. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു സ്വപ്നം തന്നെയാണ്. നമ്മളിവിടെ വന്ന് എത്ര ഹെക്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും നമുക്ക് ഒരുപാട് ബിസി ഷെഡ്യൂളായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, ആ വൈറ്റ് കോട്ട് നമ്മുടെ ദേഹത്ത് വീഴുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ബ്രില്യൻ്റിലെ റൂംമേറ്റ് ഫിദ ഫാത്തിമ എസ്. സത്യം പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് പഠിച്ചപ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ മെഡിക്കൽ കോളേജ് വരുമെന്ന്. എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലാണ് കോട്ടയം കിട്ടുന്നത്. പക്ഷെ വന്നപ്പോൾ ഏറ്റവും എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവളായിരുന്നു. ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും പറയായിരുന്നു ലാസ്റ്റ് എനിക്ക് മാർക്ക് കുറയുമ്പോൾ ഇവളിങ്ങനെ ഞാൻ കരയുമ്പോൾ പറയുമായിരുന്നു നിനക്ക് കിട്ടും, നീ പേടിക്കണ്ട, നിനക്ക് കിട്ടും. എൻ്റെ ഒരു മോട്ടിവേഷൻ സ്പീക്കറായിരുന്നു ഇവള്. അപ്പോൾ അവളുടെ കൂടെ ഇന്ന് ഇങ്ങനെ ഇരുന്ന് വീഡിയോയിൽ സംസാരിക്കാൻ കിട്ടിയ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ ബ്രില്യൻ്റ് ടീമിന് ഒരുപാട് നന്ദി. നമസ്കാരം, എൻ്റെ പേര് ശിവതേജസ്. എൻ്റെ പേര് സിദ്ധാർത്ഥ്. എൻ്റെ പേര് ആനന്ദ്. എൻ്റെ പേര് ദേവപ്രിയ. ബ്രില്യൻ്റ് നമ്മളെ നീറ്റിൻ്റെ ടൈമിൽ സപ്പോർട്ട് ചെയ്ത് പഠിപ്പിച്ച് നല്ല രീതിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ആ പ്ലാൻ എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. ആ ബ്രില്യൻ്റ് കാരണമാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു സംശയമില്ല നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ ഇന്നിവിടെ ഈ അഡ്മിഷൻ കിട്ടി നമ്മളിവിടെ വന്ന് പഠിക്കുമ്പോൾ നമ്മുടെ എക്സാംസും കാര്യങ്ങളും പഠിക്കാനുള്ള സിലബസിൻ്റെ ബുക്കിൻ്റെ വലിപ്പം അതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ലൈക്ക് MBBS എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. അത് ഭയങ്കര ഒരു ചെറിയൊരു കാര്യമല്ല എന്നുള്ള കാര്യം. ഇത്രയും നല്ലൊരു ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും കിട്ടുന്ന ഒരു പ്രൊഫഷൻ പഠിക്കാനുള്ളൊരു ചാൻസ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ബ്രില്യൻറ്റിന് കൊടുക്കുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ മിനിമിസ്, പിന്നെ ജോസഫ് സാറ് എല്ലാ ആഴ്ചയും എൻ്റെ ടൈം ടേബിളിൽ സാറിനെ കാണാൻ വേണ്ടി ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം സാറിൻ്റെ അടുത്ത് പോയി പറയും. ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്തൊക്കെ ഒത്തിരി കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ വീട്ടിൽ പോലും കരയാറില്ലായിരുന്നു, പക്ഷേ ഞാൻ ബ്രില്യൻറ്റിൽ പോയി കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ സ്റ്റീഫൻ സാറ്, എൻ്റെ ഫ്ലോർ വാർഡൻ ജീമോൻ സാർ, ഹെഡ് വാർഡൻ അജിത് സാർ, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇവരൊക്കെ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ, ഒരുപാട്. കാരണം ഞാൻ ഒരു റിപ്പീറ്ററായിരുന്നു. അതായത് +1 +2 എനിക്ക് വലിയ അങ്ങനെ ഞാൻ എൻട്രൻസിന് വേണ്ടിയൊന്നും പഠിച്ചില്ല. അവിടെ ചെന്നിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അവസാനം എക്സാമിന് പോകുന്നതിൻ്റെ മുന്നേ വരെ ഞാൻ ജോസഫ് സാറിനെ കണ്ടിട്ടാണ് പോയത്. സാറിൻ്റെ നിന്ന് ഓൾ ദി ബെസ്റ്റ് വാങ്ങിയിട്ടാണ് ഞാൻ പോയത്. MBBS സ്ട്രെസ്ഫുൾ, പക്ഷെ നമുക്ക് വളരാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ അത്രയും പാഷനേറ്റ് ആണെങ്കിൽ മാത്രമേ ഈ കോഴ്സിലോട്ട് വരിക. കാരണം ഇവിടെ എൻജോയ് ചെയ്യാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്, പക്ഷേ പഠിക്കാനും ഒത്തിരി ഉണ്ട്. അപ്പം സ്ട്രെസ് ഉണ്ട്, പക്ഷേ നമുക്ക് ആർട്ടാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും കൾച്ചറൽസ് ആണെങ്കിലും വളരാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. ഞാനൊരു 11th തൊട്ട് ബ്രില്യൻ്റ് ഇങ്ങനെ ഒരുപാട് മെഡിക്കൽ കോളേജിൽ വരുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. നമ്മൾ ഞാൻ റെസിഡൻഷ്യൽ പഠിച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ റെസിഡൻഷ്യലിൻ്റെ സമയത്ത് നമുക്ക് ആകെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് ബ്രില്യൻ്റ് ഇങ്ങനെ ഇടുന്ന വീഡിയോസാണ്. അന്ന് തൊട്ട് സ്വപ്നം കണ്ടതാണ് ഇങ്ങനെ ഒരു ദിവസം ബ്രില്യൻ്റ് ഞാൻ പഠിക്കുന്ന മെഡിക്കൽ കോളേജിലും വരും, നമുക്ക് എല്ലാവരും ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ഡേ വരും എന്നൊക്കെയുള്ളത്. അത് ഇന്ന് സത്യമായാലും ഒരുപാട് സന്തോഷമുണ്ട്. ബ്രില്യൻ്റ് ആണ് വർക്ക് ചെയ്യാൻ പഠിപ്പിച്ചത്, ബ്രില്യൻ്റ് ആണ് പഠിക്കാൻ പഠിപ്പിച്ചത്. ടൈം ടേബിൾ ചെയ്ത് കറക്റ്റായിട്ട് എന്താ പറയുക ടൈം മാനേജ് ചെയ്ത് പഠിക്കാൻ എന്നെ പഠിപ്പിച്ചത്. എനിക്ക് കുറച്ച് റിഗ്രറ്റ് ഉണ്ടായിരുന്നത് ഈ +1 +2 ഈ പഠിത്തം മാത്രമായി പോയതുകൊണ്ട് ഈ ഫ്രണ്ട്ഷിപ്സ് ഒന്നും വളരെ അങ്ങനെ ഡീപ്പായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് റൂംമേറ്റ് ആയിട്ടുള്ളതും, എനിക്ക് തേജസ് എന്നായിരുന്നു എൻ്റെ റൂംമേറ്റിൻ്റെ പേര്. അപ്പം അങ്ങനെയുള്ളൊരു വളരെ പെരിഫറലായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ വളരെ നല്ല ഫ്രണ്ട്സിനെ സ്കൂളിൽ നിന്ന് കിട്ടി. കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്നൊരു കാര്യം എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ലൈക്ക് ഈ ആൾക്കാരായിട്ട് ഒരു പ്രോക്സിമിറ്റി കൂടുതൽ കിട്ടുന്നതിൽ വളരെയധികം ഹാപ്പിയാണ്. എൻ്റെ പേര് ഗ്ലോറിയ, എൻ്റെ വീട് മുണ്ടക്കയത്താണ്. എൻ്റെ പേര് ആൻസോന, എൻ്റെ വീട് എറണാകുളത്താണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ബാച്ചിലായിരുന്നു ബ്രില്യൻ്റിൽ പഠിച്ചത്. Q7 ബാച്ചിലായിരുന്നു. ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ ഒരേ ബാച്ചിൽ
ആയിരുന്നു, ഒരേ ഹോസ്റ്റലിലും ആയിരുന്നു. ഇന്ന് സെയിം ബാച്ചിൽ സെയിം ഹോസ്റ്റലിൽ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ബ്രില്യൻറ്റിനോടാണ് ഏറ്റവും വലിയ താങ്ക്സ് പറയാനുള്ളത്. കാരണം ബ്രില്യൻറ്റിൻ്റെ ഒരു സപ്പോർട്ടും ഗൈഡൻസും ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഇവിടെ എത്തത്തില്ല. ബ്രില്യൻ്റ് ആയിരുന്നു പപ്പയുടെ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് എനിക്ക് പപ്പ ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പം എനിക്കും ബ്രില്യൻ്റ് ആയിരുന്നു കോൺഫിഡൻസ്. പപ്പ ഇങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുമ്പം പകുതിയും ബ്രില്യൻ്റ് ഉണ്ടല്ലോ, ലൈക്ക് ബ്രില്യൻറ്റിൽ ഒരു സ്റ്റുഡൻ്റ് ആയാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്, നീറ്റ് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള രീതിയിൽ പപ്പയുടെ കോൺഫിഡൻസ് ആയിരുന്നു ലൈക്ക് എൻ്റെയും കോൺഫിഡൻസ്. താങ്ക് യു ബ്രില്യൻ, താങ്ക് യു മക്കൾ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം നീറ്റ് എഴുതിയപ്പോൾ I had enough mark to get a decent self-financing college. And my parents were super supportive that ഒരു വർഷം ഇനി കളയണ്ട, അപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക, അങ്ങനെയായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് മൈ ക്ലാസ് ടീച്ചർ അറ്റ് പ്രവീൺ സാറായിരുന്നു എൻ്റെ പേരൻസിന് പറഞ്ഞത് that she really deserves a second chance. ആൻഡ് അവൾ പാലയിൽ പോയി വർഷം പഠിച്ച് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് സീറ്റിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ജസ്റ്റ് സോളി ബിക്കോസ് ഓഫ് ബ്രില്യൻറ്റ് ആൻഡ് നോബഡി എൽസ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ബ്രില്യൻറ്റിൻ്റെ ഒരു ഗ്യാതറിംഗ് ആയിട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി ആവട്ടെ ഇമോഷണലി ആവട്ടെ പിന്നെ അതുപോലെ തന്നെ പഠന കാര്യത്തിലും എല്ലാ തലത്തിലും ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഗവൺമെൻറ് MBBSന് സീറ്റ് കിട്ടിയിട്ടുള്ളത്. അതിൽ പൂർണ്ണ പങ്കാളിത്തം ഞാൻ ബ്രില്യൻ്റിൽ നിന്ന് കിട്ടിയതാണെന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ടൈമിൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ ടൈമിൽ നമ്മൾ നീറ്റ് മോഡൽ എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പം മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഒരു നമുക്ക് തന്നെ ഒരു ധാരണയില്ലായിരുന്നു നമുക്ക് കിട്ടുമോ, ആകെ കൂടി ഒരു കൺഫ്യൂഷനായിരുന്നു. ഏത് കോളേജിലെത്തും, ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആകാൻ പറ്റുമോ, ഇക്കൊല്ലം തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഒക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോർജ് സാറൊക്കെ പൊതുവെ പറയുന്ന പോലെ ഇപ്പം നമ്മൾ നീറ്റ് മോഡൽ എക്സാം ഒക്കെ എഴുതുമ്പം അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തെറ്റും. കാരണം ഈ ക്വസ്റ്റ്യൻ പിന്നീട് നീറ്റ് എക്സാമിനും തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ തെറ്റിക്കേണ്ടി വന്നത് എന്നൊക്കെ പറയും. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമസ്കാരം, എൻ്റെ പേര് ഈഷ. ഞാൻ ബ്രില്യൻറ്റിലെ റെസിഡൻഷ്യൽ ബാച്ചിൽ സാബ്സിൽ പഠിച്ചായിരുന്നു. ബ്രില്യൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ കോളേജിലും പോയിട്ട് ഇവർ നമ്മുടെ ടീമിങ്ങനെ വീഡിയോസ് ഇറക്കാമല്ലേ, അതൊക്കെ സ്ഥിരം കുത്തിയിരുന്ന് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അവരുടെ ഈ ചേച്ചിമാരും ചേട്ടന്മാരും ഇങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കാണുമ്പോൾ എനിക്കും നല്ല മോട്ടിവേഷൻ കിട്ടുമായിരുന്നു. ഇപ്പോൾ എനിക്കങ്ങനെ സംസാരിക്കാൻ കിട്ടുന്നതിൽ ഞാൻ ഭയങ്കര ഓണേഡാണ്. ഈ ഒരു ജേർണി ഈസി ആയിരുന്നില്ലെങ്കിലും ഇതിനൊക്കെ സഹായിച്ച പിള്ളേന് എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഹായ്, നിശാൽ ഷാനിൽ വർഗീസ്. ഞാൻ ബ്രില്യൻറ്റിൽ കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ബാച്ചിലായിരുന്നു Q47. ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവമാണ്. അതായത് അവർ ലൈക്ക് നമ്മളിങ്ങനെ കുത്തിയിരുത്തിയിട്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ വീട്ടിലൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും പിന്നെ ഫുൾ ടൈം പഠിത്തം, ഫിക്സ് ടൈം ടേബിൾ, ക്ലാസ്സിലൊക്കെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക, പിന്നെ പഠിക്കാത്ത സമയത്ത് ഉറങ്ങുക, അങ്ങനെയുള്ള ഫിക്സ്ഡ് ടൈം ടേബിളാണ്. നമുക്ക് വേറെ ഒന്നിനും സമയമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് പൊതുവെ പുറത്തുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പറ്റി. അത് ചിലപ്പോൾ ഇവിടെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ചില ആൾക്കാർ വിചാരിക്കുന്നു, ഇന്ത്യയിൽ ചില ആൾക്കാർ വിചാരിക്കും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയാണ്. പക്ഷേ ബ്രില്യൻറ്റ് ഒബ്വിയസ്ലി അത് മാറ്റിമറിച്ചിരിക്കുകയാണ് ആ ഒരു ഐഡിയ. അതായത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്ത് മാക്സിമം റിസൾട്ട്സ് കൊണ്ടുവരാനുള്ള ഒരു ഐഡിയയാണ് ബ്രില്യൻറ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ആവിഡ് സപ്പോർട്ടർ തന്നെയാണ്. കാരണം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ വന്നിട്ട് ഇത്രയും അടിപൊളിയായുള്ള ആൾക്കാരെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി നമ്മൾ ശരിക്കും നല്ല കാര്യത്തിനാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഫ്രണ്ട്ഷിപ്സ് ക്ലോസ് ആയിട്ട് വെക്കുക, എക്സാം നന്നായിട്ടിരുന്ന് പഠിക്കുക, എക്സാമിന് നന്നായിട്ട് നീറ്റ് എക്സാമിന് നന്നായിട്ടിരുന്ന് പഠിച്ചിട്ട് കൂളായിട്ട് ഇപ്പോൾ മോഡൽ എക്സാമിൻ്റെ സീസൺ ആണല്ലോ, അപ്പോൾ കൂളായിട്ട് മോഡൽ എക്സാം എഴുതുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, ഒന്നും സ്കിപ്പാക്കാൻ നോക്കരുത്. ഓക്കെ, എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് കൂളായിട്ട് നീറ്റിനെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അടുത്ത വർഷം നമുക്ക് ഇവിടെ കാണാം. പഠനത്തിൽ മാത്രമല്ല കലാപരമായും വിദ്യാർത്ഥികൾ മുൻപന്തിയിലാണെന്ന് തെളിയിക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് ആയിരുന്നു പിന്നീട്. വിദ്യാർത്ഥികളെല്ലാം ഒന്നിച്ച് അവരുടെ MBBS ലൈഫിലേക്ക് പ്രവേശിച്ച ഈ മനോഹര നിമിഷത്തിന്റെ ഓരോ ഘട്ടങ്ങളും ആഘോഷമാക്കുന്നത് ബ്രില്യൻ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദം നിറഞ്ഞ കാഴ്ചയായിരുന്നു. നിന്നോടിഷ്ടമെന്ന പൂവിനോട് മുഴിഞ്ഞു ഉള്ളം മുഴിഞ്ഞു
കിളികൂട്ടും ചില്ലുലോലാക്കിൻ കാതരസ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം ശിശിരം പകരം പനി നീർമഴയിൽ വെറുതെ നനയുമ്പോ ഗുന്തുമിനാദം വീണമേറ്റുമൊരു തമ്പുരു പോലെ തലോടാ തങ്കത്തിങ്കൾ കിളിയായി കുറുകാം നീരാടിയാടും നിറസന്ധ്യയിലേ. ആദ്യമേ തന്നെ എൻ്റെ വീട്ടിലെ കുറച്ച് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്രതീക്ഷിതമായിട്ടാട്ടോ മയിലുകൾ അതിഥികളായിട്ട് വന്നത്. എന്നാൽ പെൺമയിലുകളുടെ ശബ്ദം കുറച്ച് വ്യത്യാസമുണ്ട്. ഇവരുടെ വിലവേ ഞങ്ങളുടെ വീട്ടിലെ പട്ടിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ ബഹളങ്ങളെല്ലാം അല്ല എൻ്റെ ചേച്ചിയുടെ കൊച്ചിനെ ഒന്ന് പെട്ടെന്ന് ഉണർത്തി കേട്ടോ. അപ്പൊ ഇത്ര കേട്ടോ എൻ്റെ കുഞ്ഞു മിമിക്രി. യവന കഥയിലെ ഒരു സ്നേഹ കവിതയോ മദന കാവ്യമോ നീ ആരാണോ? ഹരിതമണിക്കയോ ഘനശ്യാമ സന്ധ്യയോ നവമേഘരാഗമോ നീ ആരാണോ? മണ്ണിലും വിണ്ണിലും താരോത്സവം, ഇനി ഇരവിലും പകലിലും രാഗോത്സവം. നമ്മൾ കണി കണി അറിയാതെ നിറങ്ങളാകവേ ഈ അനുരാഗപ്പൂത്തിങ്കൾ കനിയാകുമോ? കള്ളക്കണ്ണൻ മനസ്സിൽ കുടിയിരുന്നില്ലേ? എൻ കാക്കക്കറുമ്പൻ കുറുമ്പിൻ പൂങ്കുഴലൂതിയില്ലേ? വിൺമതികല ചൂടും വിണ്ണിൻ ചാരുതയിൽ പൂഞ്ചിറകുകൾ തേടി വാനിൻ അതിരുകൾ തേടി പറന്നിടുന്നു മനം മറന്നാടുന്നു. സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും, സ്വപ്നങ്ങൾ പെയ്തും നവരത്നങ്ങൾ പെയ്തും, അറിയാതെ അറിയാതെ അമൃത സരസിൻ കരയിൽ പൊൻവീണെ എന്നുള്ളിൽ മൗനം വാങ്ങൂ. ജന്മങ്ങൾ ഉൽകും നിൻ നാദം നൽകൂ. ദൂതും പേറി നീങ്ങും മേഘം മണ്ണിൻ മേഘം. ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി പൊൻവീണെ എന്നുള്ളിൽ മൗനം വാങ്ങൂ. ജന്മങ്ങൾ ഉൽകും നിൻ നാദം നൽകൂ. നീയാം തണലിനു താഴെ ഞാനിനി അലിയാം കനവുകളായി. നിൻ സ്നേഹമഴയുടെ ചോട്ടിൽ ഞാനിനി നനയാം നിലവുകളായി. എല്ലാ ആഘോഷങ്ങൾക്കുമൊടുവിൽ ബെർലിൻഡിന്റെ മക്കളെല്ലാം ഒരുമയോടെ ഭക്ഷണം ആസ്വദിച്ച് പുതിയ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോയി. രണ്ടായിരത്തി 2026 വലിയ വിജയം വിദ്യാർത്ഥികൾക്ക് നേടിക്കൊടുക്കാനുള്ള ആത്മവിശ്വാസവും നേടി ടീം ബെർലിൻഡും ഒരുപാട് സന്തോഷത്തോടെ തിരികെ ബെർലിൻഡിലേക്ക്.
Brilliant Study Center, India's #1 coaching center for NEET and JEE.